ഇനിഷ്യൽ പോയിന്റ് മുതൽ ഇത് ആദ്യം ഡേ 1 മുതൽ ഈ കേസ് തുടങ്ങുന്നതിന് മുമ്പ് മുതൽ ഇവിടെ ഒരു വലിയ ഒത്തുകളി നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഭരണകൂടം പിന്നെ ഇവിടുത്തെ സംഘപരിവാറുമായി സറണ്ടർ ചെയ്തിട്ടുണ്ടെന്ന് കാണുന്ന രീതിയിലാണ് ഈ കേസും ഇതിന് മുമ്പത്തെ കേസും എല്ലാ കേസിലും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ കേസുകളും നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. അതിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഇവിടെ ഒരാൾ മരിച്ചിട്ടില്ല എന്നും കൊല്ലപ്പെട്ടിട്ടില്ല എന്നും പറയാൻ പറ്റുമോ? കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അവരുടെ കുടുംബത്തിന് നഷ്ടം സംഭവിച്ചു പോയി. ആ കേസിൽ പ്രോപ്പറായൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അത് ഞാൻ പറയുന്ന കോടതിക്ക് അത് ബോധ്യപ്പെടുകയാണ്. ഈ കാര്യത്തിൽ കോടതിയിലെ ഫൈൻഡിങ്ങും റീസണിങ്ങും ഒക്കെ എനിക്ക് തർക്കമുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷേ ഈ വിഷയത്തിൽ ചില കാര്യങ്ങളിൽ അത് അങ്ങനെയാണെന്ന് പറയേണ്ടി വരും. അത് ആർക്ക് വേണ്ടിയാണ്? നമുക്കിപ്പോൾ ഒരു മറ്റ് പല കേസുകളിലും നമ്മൾ കാണുന്നുണ്ട് അത്രയൊന്നും ഇല്ലാത്ത പല കേസുകളിലും തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് വലിയ കൺവിക്ഷൻസ് ഒക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന കേരള പോലീസിന് പലപ്പോഴും ഈ കേസ് പോലുള്ള കേസുകളിൽ കുറച്ചുകൂടി ഒരു മൃദു സമീപനം പൂർണ്ണമായിട്ടും സംഘപരിവാറുകാരോടുണ്ട്. ഈ ഒരു ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ എന്നത് പരിശോധിക്കപ്പെട്ടത് തന്നെയാണ്. അതുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത്ര ഒരു ബ്രൂട്ടാലിറ്റിക്ക് പോലും തെളിയിക്കാൻ കഴിയാത്ത ഒരു സിസ്റ്റമാണ് ഇവിടെ. ഞാൻ വേറൊരു കേസ് ഞാനിപ്പോൾ ചാവക്കാട് നടന്നൊരു ഇൻസിഡൻറ്റോട് ഇപ്പോൾ വായിക്കായിരുന്നു. അതിനകത്ത് CPM-കാര് ഒരു മുസ്ലിം ലീഗുകാരനെ കൊന്നു ചാവക്കാട് 2007. അതിൽ വന്ന മുഴുവൻ സാക്ഷികളും പോലീസ് കൊടുത്ത മുഴുവൻ സാക്ഷികളും ഹോസ്റ്റലായി. ഈവൻ മഹസ്സർ സാക്ഷി വരെ ഹോസ്റ്റലാക്കിയിട്ട് 5 പേജിൽ അക്വിറ്റലാണ്. മഴുകൊണ്ട് തല അറുത്ത് മാറ്റിയ കേസാണ്. എല്ലാ റിപ്പോർട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രിവെയിൽ ചെയ്യുന്ന റൂൾ ഓഫ് ലോ എന്താണെന്ന് അറിയില്ല. പ്രതികളെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രം ഉതകുന്ന തരത്തിലുള്ള ഒരു രീതിയായി മാറുകയാണ്. അതേപോലെ തന്നെ ഇവരെ സംരക്ഷിക്കുന്നു.